കണ്ടശാങ്കടവിൽ പോളിംഗിനിടെ സംഘർഷം. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായതായി കോൺഗ്രസ് പ്രവർത്തകർ. തോൽവി മുന്നിൽ കണ്ട് വെപ്രാളമുണ്ട് RSSന്റെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ. പ്രത്യേകിച്ചും RSSന്റെ പ്രവർത്തകൻ യാതൊരു പ്രകോപനവുമില്ലാതെ എന്തെന്താ നിനക്കിവിടെ കാര്യമെന്ന് ചോദിച്ച് ചാടി വീണ് സ്ഥാനാർത്ഥിയെ ഉന്തി കഴുത്തിൽ പിടിച്ച് തള്ളി. പോലീസ് നിഷ്ക്രിയമായി നോക്കി നിന്നു. ജനം ആകെ അന്താളിച്ചു. എന്താ നടക്കുന്ന പോലും അറിയാതെ ജനം അന്താളിച്ചപ്പോൾ അത് പിടിച്ചു മാറ്റാൻ പോലും പോലീസ് വന്നില്ല. അപ്പൊ RSSനെ സഹായിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് RSSന്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. തോൽവിയിൽ മുന്നിൽ കണ്ടുകൊണ്ട് RSS സംഘപരിവാർ ശക്തികൾ ഐക്യജനാധിപത്യ മുന്നിൽ പ്രവർത്തകർക്ക് നേരെ മാത്രമല്ല സ്ഥാനാർത്ഥിക്ക് നേരെയും അക്രമം അഴിച്ചുകൂടിയാണ്. സ്ഥാനാർത്ഥി മണലൂര് കണ്ടശങ്കടവ് ഗവൺമെന്റിനെ 205 ബൂത്തിലേക്ക് പോളിംഗ് ഏജന്റുമാരും വോട്ടിംഗ് നടക്കുന്നുണ്ടോന്നും പ്രിസൈഡിംഗ് ഓഫീസർമാരും ഉദ്യോഗസ്ഥരെയും കാണാൻ പോയ സ്ഥാനാർത്ഥിയെ BJPയുടെ പോളിംഗ് ഏജന്റ് ബലമായി കഴുത്തിൽ പിടിച്ച് തള്ളി പുറത്തേക്ക് ഇട്ടു. തുടർന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ഞങ്ങളൊക്കെ ചെന്ന് അയാളെ മദ്യപിച്ചിട്ടുണ്ടെന്നും അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു തർക്കമാണ് അവിടെ നടന്നത്. അതിൻ്റെ ഇടപെട്ട ആളുകൾ അറിഞ്ഞ് മറ്റുള്ള പ്രവർത്തകർ ഓടിച്ചെന്ന് വരുമ്പോഴും പോലീസുകാരുടെ സഹായത്തോടെ അത് ആ വഴക്കുണ്ടാക്കിയ ആളെ പ്രശ്നമുണ്ടാക്കിയ ആളെ പുറത്താക്കി അങ്ങനെ അറസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് പോലീസുകാരെ ഏൽപ്പിക്കുക. അതിനിടയ്ക്ക് അവരെ BJPയുടെ സ്ഥാനാർത്ഥി വന്ന് അവരെ കൊണ്ടുപോയി ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് അറിയാൻ സാധിച്ചു. കണ്ടശാങ്കടവ് കോൺവെന്റ് സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് സംഭവമുണ്ടായത്. 1 മണിക്കൂറോളം മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിന്നു. BJPയുടെ ബൂത്ത് ഏജന്റ് കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്ന് സ്ഥാനാർത്ഥി TN പ്രതാപൻ ആരോപിച്ചു. BJP പ്രവർത്തകനെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. BJP പ്രവർത്തകർ വാഹനം തടഞ്ഞ മുദ്രാവാക്യം മുഴക്കി. ഏറെ നേരം സംഘർഷമുണ്ടായി. ഈ വാഹനം തടഞ്ഞിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ സംഘർഷമാണ്. അതായത് ഇതിനിടെ NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാറും സ്ഥലത്തെത്തി. സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള അവകാശമുള്ളതെന്നും എന്നാൽ TN പ്രതാപന്റെ കൂടെ വന്ന ചിലർ പോളിംഗ് ബൂത്തിലേക്ക് കയറിയത് ഒരു BJP പ്രവർത്തകൻ തടഞ്ഞതാണ് സംഭവിച്ചതെന്നും തുടർന്ന് BJP പ്രവർത്തകനെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചെന്നും മണലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ പറഞ്ഞു. TN പ്രതാപനെ എല്ലാം വർദ്ധിച്ച് TN പ്രതാപൻ ഞങ്ങളുടെ പ്രവർത്തകനെയാണ് വർദ്ധിച്ച്. ഇവര് സ്ഥാനാർത്ഥിക്കൊപ്പം കോൺഗ്രസിന്റെ സകല ആളുകളും കൂടി പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ കയറാൻ ശ്രമിച്ച സമയത്ത് ഞങ്ങളുടെ പ്രവർത്തകർ സ്വാഭാവികമായിട്ട് കാൻഡിഡേറ്റിന് പോകാം, കാൻഡിഡേറ്റിന് മാത്രമാണ് പോകാൻ പെർമിഷൻ ഉള്ളത്. മറ്റുള്ള പ്രവർത്തകർക്ക് പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ പോകാൻ സാധ്യമല്ല. അപ്പൊ അത് പോകരുത് എന്നൊരു പ്രവർത്തകൻ അയാൾ ഒറ്റയ്ക്കാണ്, അല്ല മറ്റു പ്രവർത്തകരൊന്നുമില്ല. ആ ഒരു പ്രവർത്തകൻ ഒറ്റയ്ക്ക് പറഞ്ഞു കാൻഡിഡേറ്റിന് പോകാം, മറ്റുള്ള ആളുകൾ കൂടെ പോകാൻ പാടില്ല എന്ന് ന്യായമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ സമയത്ത് കാൻഡിഡേറ്റിന് കൂടെ വന്നിട്ടുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ഞങ്ങളുടെ പ്രവർത്തകനെ മർദ്ദിക്കുകയാണ് ചെയ്തത്. അപ്പോ ആ മർദ്ദിക്കപ്പെട്ട പ്രവർത്തകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് പകരം പോലീസ് അയാളെ പിടിച്ച് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ പ്രവർത്തകനെ ഞങ്ങളുടെ പ്രവർത്തകർ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പോലീസ് ആ പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോവാണ്. ആക്രമിക്കപ്പെട്ടത് ഞങ്ങളുടെ പ്രവർത്തകരാണ്. കസ്റ്റഡിയിൽ എടുക്കേണ്ടത് ആക്രമിച്ചവരെയാണ്.
TM പ്രതാപനെയും കൂട്ടാളികളെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിന് പകരം ആക്രമിക്കപ്പെട്ട പ്രവർത്തകനെ ഏകപക്ഷീയമായിട്ട് പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവരികയാണ്. അതിനുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ പ്രകടിപ്പിച്ച് ഇവിടെ പോലീസ് ഏകപക്ഷീയമാണ്. പ്രതാപന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി പ്രതാപനെ കോലൂത്ത് നടത്താണ് ഇവിടുത്തെ പോലീസുകാർ. വാടാനപ്പള്ളി സംഭവത്തിൽ അതാണ് ഉണ്ടായത്, ഇപ്പോഴാണ് ഉണ്ടായത്. ഒരു CI ആണ് ഈ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. അയാൾ കൃത്യമായിട്ട് പ്രതാപന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അയാള് നിയമം അട്ടിമറിക്കുകയാണ്. ഈ പ്രതാപൻ അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു കാൻഡിഡേറ്റ് ഒരിക്കലും ഒരു ഇലക്ഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആളല്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവരാണ് സ്ഥാനാർത്ഥികൾ. ഇത് സ്ഥാനാർത്ഥി തന്നെ പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എത്രാമത്തെ സംഭവമാണ് ഈ മണലൂർ മണ്ഡലത്തിൽ ഈ TM പ്രതാപൻ പോകുന്ന എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണല്ലോ. മറ്റു സ്ഥാനാർത്ഥികളോടല്ലേ, അവരും പോകുന്ന സ്ഥലത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. പ്രതാപൻ പോകുന്ന എല്ലാ സ്ഥലത്തും കുറെ ഗുണ്ടകളായിട്ടാണ് നടക്കുന്നത്. കുറെ കൊലക്കേസ് പ്രതികൾ, കുറെ ഗുണ്ടകള്, കുറെ തീവ്രവാദികളായിട്ടാണ് നടക്കുന്നത്. അത് പോളിംഗ് വിസിറ്റ് നടത്തേണ്ടത് കൂടെയുള്ള ആളുകളെ തടഞ്ഞാണ് അല്ലെ? അല്ല, പ്രതാപന്റെ കൂടെ കുറെ ആളുകൾ ഒരു ജാഥയായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോവാണ്. കാൻഡിഡേറ്റിന് മാത്രമാണ് പോളിംഗ് ബൂത്തിൽ പോകാനുള്ള അവകാശം. അതിനാണ് പാസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഈ പാസ്സുള്ള ആൾക്ക് മാത്രമാണ് പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ കിടക്കാൻ സാധിക്കുക. ഒരു 10-15 ആൾക്കാരില്ലേ, നിങ്ങൾ വേണ്ടില്ലേ? അപ്പൊ ഞാൻ പോളിംഗ് ബൂത്തിൽ വിസിറ്റ് നടത്തുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലേ?